നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്പലത്തിൽ വരന്റെ വധുവിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രത്യേകം പൂജ നടത്തണം. അതിന്റെ പ്രസാദം കൊണ്ടു കൊടുക്കാനാണെന്ന് പറഞ്ഞ് കണിമംഗലത്ത് എത്തണം. ആ പ്രസാദത്തിന്റെ അടിയിൽ താലി വെച്ചാ മതി. എന്നിട്ട് അതെടുത്ത് പ്രിയങ്കയ്ക്ക് കൊടുത്തിട്ട് അത് അണിയാൻ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ രാധികയും കൂടി പോവാം. വേണ്ട, എല്ലാവരും കൂടി ചെന്നാലേ അവര് സംശയിക്കും. മാത്രമല്ല, കല്യാണ പെണ്ണിന്റെ അമ്മ അങ്ങനെ ചെല്ലുന്നതിലും തെറ്റുണ്ട്. എന്താ, നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ? പ്രിയങ്ക ആഗ്രഹിക്കുന്നൊരു ജീവിതം കണിമംഗലത്ത് ഉണ്ടാവും തന്നെയാ ഇപ്പൊ അവളുടെ പ്രതീക്ഷ. അവളുടെ എല്ലാ സ്വപ്നങ്ങളും വരനിലൂടെ നേടിയെടുക്കണം എന്നാ അവളുടെ ആഗ്രഹം. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യില്. മുത്തശ്ശി, പ്രിയങ്കയാ. ഇതാ മോളെ പ്രിയങ്കേ. മുത്തശ്ശി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. അവൻ നിന്നെ തിരിച്ചറിഞ്ഞോ? ബഹളം ഉണ്ടാക്കിയോ? അല്ല, അതൊന്നുമല്ല മുത്തശ്ശി. ഇവിടെ ഒരുപാട് ചടങ്ങുകളാ. ഇവിടെ ഇപ്പൊ താലി പൂജ നടക്കാൻ പോവാ. പക്ഷെ എന്റെ കഴുത്തിൽ താലിയില്ല. താലിയില്ലേ? നിന്റെ കഴുത്തിൽ ഞാനല്ലേ താലി ചരട് കെട്ടി തന്നേ? ആ ചരട് ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്, അതിന് താലിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മുത്തശ്ശി? പിടിക്കപ്പെട്ട ഇതോടെ എല്ലാം തീരും. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മോള് സമാധാനമായിട്ട് അവിടെ നിൽക്കേ. മുത്തശ്ശി എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം. താലിപൂജ നടക്കാൻ ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ആറ്റോശ്ശേരിയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. നീ ഫോൺ വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ അതിന് പരിഹാരം എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഓക്കെ. എന്താ മുത്തശ്ശി? എല്ലാം ഭദ്രമാണെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും വേറെ ചിലത് സംഭവിച്ചിട്ടുണ്ട്. പ്രിയങ്ക കണിമംഗലത്ത് ജീവിക്കാൻ പാടില്ലെന്ന് നീ തീരുമാനിച്ചല്ലേ? ഇങ്ങനെ ഒരു ചതി നീ ഞങ്ങളോട് എന്തിനു ചെയ്തു? എന്താ അമ്മേ, എന്താ ഈ കാണിക്കുന്നേ? പ്രിയങ്ക ഇപ്പൊ എന്നെ വിളിച്ചു. അവളുടെ കഴുത്തി കിടക്കുന്ന ചരടില് താലിയില്ല. ഇവളത് മാറ്റിവെച്ചു. കരുതി കൂട്ടി മാറ്റിവെച്ചു. അയ്യോ ഇല്ല മുത്തശ്ശി, എന്റെ കഴുത്തത് നിങ്ങൾ എല്ലാരും കൂടി അല്ല കഴിച്ചെടുത്തത്. അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു? മുത്തശ്ശി ഞാൻ പറയട്ടെ. നീ അത് എന്ത് ചെയ്തു? ഞാനൊന്ന് പറയട്ടെ. അമ്മേ, ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ എല്ലാവരും കൂടി ചെയ്തില്ലേ? ഇനി ഇതിന്റെ പേരിൽ സമ്മതിക്കില്ല ഞാൻ. ഇവള് പറയുന്നതിൽ കാര്യമില്ലേ? മണവാട്ടിയുടെ വേഷത്തിൽ നിന്ന് ഇവളെ മാറ്റുമ്പോ പൊട്ടിക്കരഞ്ഞോണ്ട് നിക്കായിരുന്നില്ലേ എന്റെ കുട്ടി? അമ്മ അമ്മ ഞാനിത് എടുത്തിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. യശോദേ, തർക്കിക്കാനുള്ള നേരം അല്ലത്. അവിടെ താലിപൂജ എന്നൊരു ചടങ്ങുണ്ട്, അത് നടക്കാൻ പോവാ. അതിനു മുമ്പ് പ്രിയങ്കയുടെ കഴുത്തിലിടാനുള്ള താലി അവിടെ എത്തണം. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ ഒരു താലി ഇപ്പൊ എവിടെ കിട്ടാനാ? അതും കൊണ്ട് ആർക്കാ പോവാൻ പറ്റാ? എന്താ അവരോട് പറയാ? താലി വീണു പോയെന്നോ? അതിലും വലിയ അപശകുനം വേറെ ഉണ്ടോ? എന്റെ താലി പെട്ടിക്കകത്തുണ്ട്, രണ്ടും ഒരുപോലെയാ. തൽക്കാലം അതെടുക്കാം. പക്ഷെ അതാരും അറിയാതെ പ്രിയങ്കയുടെ കയ്യിൽ എത്തണം. കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ നിനക്ക്? പറ്റില്ല. ഇവളെ പറഞ്ഞയക്കണ്ട. പറഞ്ഞയക്കണ്ട. പകരം താലിയില്ലാത്ത മകൾ ഇങ്ങോട്ട് തിരിച്ചു വരും.
ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടാലേ ദേവൻ എന്താ തീരുമാനിക്കുന്നതെന്ന് നിനക്കറിയാലോ. അത് നിനക്ക് കാണണോ? അമ്പലത്തിൽ വരന്റെ വധുവിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രത്യേകം പൂജ നടത്തണം. അതിന്റെ പ്രസാദം കൊണ്ടു കൊടുക്കാനാണെന്ന് പറഞ്ഞ് കണിമംഗലത്ത് എത്തണം. ആ പ്രസാദത്തിന്റെ അടിയിൽ താലി വെച്ചാ മതി. എന്നിട്ട് അതെടുത്ത് പ്രിയങ്കയ്ക്ക് കൊടുത്തിട്ട് അത് അണിയാൻ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഞാനും രാധികയും കൂടി പോവാം. വേണ്ട, എല്ലാവരും കൂടി ചെന്നാലേ അവര് സംശയിക്കും. മാത്രമല്ല, കല്യാണ പെണ്ണിന്റെ അമ്മ അങ്ങനെ ചെല്ലുന്നതിലും തെറ്റുണ്ട്. എന്താ, നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ? ഒരു കാര്യം നീ ഉറപ്പിച്ചോ, വരുൺ നിന്നെ ഒരിക്കലും കാണാൻ പാടില്ല. അല്ലാതെ വേണം അത് പ്രിയങ്കയെ ഏൽപ്പിക്കാൻ. പോകുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാ ഇനി വരുന്ന കാര്യത്തിന് നീയാ കാരണക്കാരി. ഞാൻ താലി എടുത്തു തരാം. ആരെ അമ്മയ്ക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ലല്ലോ മോളെ. ഇങ്ങനൊരു പരീക്ഷണം കൂടി എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പൊയ്ക്കോളാം. എന്റെ കൃഷ്ണ, ഞാൻ എങ്ങനെ അവിടെ ചെന്ന് കയറുക? ഞാൻ അവിടെ ചെന്ന് ആകെ കുഴപ്പവും. ഈ സമയത്തിനകം അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് വയ്യ വരണ്ട മുന്നിലേക്ക് പോവാൻ. പ്രിയങ്കയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്തേ പറ്റൂ. ഞാനിത് അവളെ ഏൽപ്പിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും ആരും അറിയാതെ എന്നെ പുറത്തിറക്കി തരണേ ഭഗവാനെ. എല്ലാം തയ്യാറായോ പത്മിനി? ആ തയ്യാറായി അമ്മേ. എങ്കി വാ, നമുക്ക് മോളെ വിളിക്കാം. ആ ശരി അമ്മേ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.